വാസമെന്നിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നിന്റെ തലയിൽ എണ്ണ കുറയാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ എണ്ണ എന്നത് അഭിഷേകത്തിൻ്റെ ഒരു ഉദാഹരണമായി നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും ആത്മനിറവിൻ്റെ ജീവിതമായിരിക്കണം. അഭിഷേകത്താൽ നിറയപ്പെട്ട്, പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന് ഉടമയായി തീരണം നാം എന്നാണ് ഈ വാക്യം ഉദ്ദേശിക്കുന്നത്, നമ്മോട് നിർദ്ദേശിക്കുന്നത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഈ അഭിഷേകത്തെ പല നിലയിൽ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. ലേവ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇതൊരു സംസ്കാരമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ലോകത്തിൽ പല സംസ്കാരങ്ങളുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ, അഭിഷിക്തരായ ആത്മനിറവ് പ്രാപിച്ച ഒരു ദൈവ പൈതൽ ഒരു പ്രത്യേക സംസ്കാരത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നാണ് ആ വാക്യം നമ്മെ ഉപദേശിക്കുന്നത്. 1 യോഹന്നാൻ 2:27 നാം വായിക്കുമ്പോൾ ഈ അഭിഷേകം ഓരോ ദിവസവും നമ്മെ ഉപദേശിച്ച് വഴി നടത്തുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യെശയ്യാപ്രവചനം 10-ാം അധ്യായം 27-ാം വാക്യം നാം വായിക്കുമ്പോൾ നമ്മെ ബന്ധിച്ചൊതുക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ നുഖത്തെ തകർക്കുന്നതാണ് ഈ അഭിഷേകം എന്നും നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും പരിശുദ്ധാത്മ നിറവോടുകൂടെ ആയിരിക്കണം. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് തന്നെ നോക്കി നിന്നവരോട് പറഞ്ഞത് അപ്പോസ്തലപ്രവൃത്തി 1:8 നാം കാണുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂലോകത്തൊക്കെയും പോയി കർത്താവിൻ്റെ സാക്ഷി ആകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അഭിഷേകത്തിൻ്റെ പ്രത്യേകത അതൊരു സംസ്കാരമാണ്. അത് നമ്മെ ഉപദേശിച്ച് വഴി നടത്തുന്നതാണ്. അത് നമ്മെ ബന്ധിച്ചൊതുക്കുന്ന ശത്രുവിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും തകർക്കുന്നതാണ്. അത് നമ്മെ ഓരോ ദിവസവും കർത്താവിൻ്റെ സാക്ഷിയാകുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. അതിനാവശ്യമായ ശക്തി നൽകുന്നതാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ വാക്യം നമ്മെ വളരെ കർശനമായി നിർദ്ദേശിക്കുന്നത്, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. അഭിഷേകത്തിൻ്റെ ശക്തി കുറയാതെ ആത്മനിറവോടെ ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നമുക്ക് ഓരോ ചുവടുകൾ വയ്ക്കുവാനും സർവകൃപാലുവായ ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആത്മനിറവ് പ്രാപിക്കാത്തവർ ഈ ദിവസങ്ങളിൽ ആത്മനിറവ് പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അഭിഷേകത്തിൻ്റെ നിറവ് ഒരിക്കലും കുറഞ്ഞു പോകാതെ ഈ ഉപദേശിച്ചു തരുന്ന ആത്മസാന്നിധ്യത്തോടെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ, ഒരു പുതിയ സംസ്കാരത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.